ഹായ് ഗായ്സ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ദിത്യ എന്ന കുട്ടിയുടെ വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആ കുട്ടിയെ പറ്റി പറയാനല്ല. നമുക്കിപ്പോൾ ആ കുട്ടിയുടെ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണാം. അതല്ല, ആ കുട്ടിക്ക് അന്ന് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ അടിയിൽ പോയിട്ട് നിനക്കൊക്കെ ഇപ്പൊ സന്തോഷമായില്ലേ, അങ്ങനെയുള്ള അവരെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റ് നമുക്കിപ്പം കാണാം. അങ്ങനെ ഇപ്പൊ ഈ കമന്റ് ഇടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മള് ആ കുട്ടി ജീവനോട് ഇരുന്നപ്പം ഒരാള് പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവരെ എല്ലാം പോയി തെറി വിളിച്ച് ആ നെഗറ്റീവ് കമന്റ് ഇട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നുക, ഞാൻ ഈ കമന്റ് ഇട്ട കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഈ സൈബർ ബുള്ളിങ് ആണ് വീണ്ടും ഈ മറ്റുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് മറ്റൊരാളെ തരം താഴ്ത്തി കാണിക്കുന്ന നിങ്ങളുടെ ഈ ചീപ്പ് ഷോ ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരാൾക്ക് വിചാരിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ ആ കുട്ടി ആ നെഗറ്റീവ് കമന്റ് ഇട്ട ആള് ആ ട്രോമയെന്ന് കയറാനെ കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടണം? അങ്ങനെ ആരും ചിന്തിക്കത്തില്ല. ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഇവരെ തരം താഴ്ത്തി കാണിക്കുന്ന വെറും പട്ടി ഷോയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടി മരിച്ചത് കൊണ്ട് ആ കുട്ടിക്കും പോയി, ആ കുട്ടിയുടെ വീട്ടുകാർക്കും സ്വന്തക്കാർക്കും കൂട്ടുകാർക്കും നഷ്ടപ്പെട്ടു. ഈ കമന്റ് ഇടുന്ന ആൾക്കോ വേറെ ആർക്കും ഒരു നഷ്ടവും ഇല്ല. പിന്നെയും ബാക്കിയുള്ളവരെ ഇങ്ങനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പട്ടി ഷോ നിർത്തിയിട്ട് ഇനിയെങ്കിലും ആരെയും സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു വാർത്ത ഉണ്ടായി, ഒരു കുഞ്ഞിന്റെ ടെറസിന്റെ മണ്ടേന്ന് വീണു, ആ കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു, ഇതുപോലെ സൈബർ ബുള്ളിങ് ഉണ്ടായിട്ട്. നിങ്ങളുടെ ഈ പട്ടി ഷോയെ ഈ കാണിക്കാതിരിക്കുക. ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ മാറ്റി പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.